ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യുക. ആലപ്പുഴയിലെ കെ നായർ. ഈ ആലപ്പുഴയിലെ കെ നായരും അതുപോലെ തന്നെ അയോധ്യ ക്ഷേത്രവും തമ്മിൽ എന്താണ് ബന്ധം? അയാൾക്ക് ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ കാണാൻ കഴിഞ്ഞത്. സംഘപരിവാറുകാർക്ക് അത്രയും പ്രിയപ്പെട്ട ഈ ഒരു വ്യക്തി ആരാണ് എന്ന് അന്വേഷിക്കുകയായിരുന്നു. ഒടുവിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടി. അത് ഒന്ന്, മലയാള മനോരമ ഓൺലൈനിൽ 2019 നവംബർ 9 വന്ന ഒരു ലേഖനമാണ്. അതിൽ പറയുന്നത് ആലപ്പുഴയിലെ കെ നായരും അയോധ്യയിലെ ക്ഷേത്രവും എന്നാണ് വാർത്തയുടെ ഹെഡിങ്. അതിൽ പറഞ്ഞു വരുന്നത് 1949 ബാബരി മസ്ജിദിനുള്ളിൽ സ്ഥാപിക്കപ്പെട്ട രാമവിഗ്രഹമാണ് അയോധ്യ ഉത്തരവിൽ നിർണായകമായത്. അത് ശരിയാണ്. ഈ രാമവിഗ്രഹ സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മലയാളിയുടെ ബുദ്ധിയാണ്. അത് ആരാണ് മലയാളി? അതാണ് ആലപ്പുഴയിലെ കെ നായർ. ടെന്നീസ് കോർട്ടിൽ പിറന്ന സൗഹൃദത്തിൽ നിന്നാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയഗതി നിർണയിച്ച അയോധ്യ വിവാദ നീക്കങ്ങളുടെ തുടക്കം. അതായത് കെ നായർ ആണ് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിട്ടത് എന്നാണ് മനോരമ പറയുന്നത്. ബൽറാംപൂർ ഭരണാധികാരി മഹാരാജ പതേശ്വരി പ്രസാദ് സിംഗ്, മഹന്ത് ദിഗ്വിജയ്നാഥ്, പിന്നെ കെ നായരും ആയിരുന്നു ഈ സുഹൃത്തുക്കൾ. 1907 നമ്മുടെ ആലപ്പുഴയിലെ കൈനകരിയിൽ ജനിച്ച കൃഷ്ണകുമാർ കരുണാകരൻ നായർ എന്ന കെ നായർ ICS ഉദ്യോഗസ്ഥനായിരുന്നു. 1946 ജോലിയുടെ ഭാഗമായി അദ്ദേഹം ഗോണ്ടയിലെത്തി. ടെന്നീസ് പ്രേമമാണ് പതേശ്വരി പ്രസാദ് സിംഗിനെയും കെ നായരെയും സുഹൃത്തുക്കളാക്കിയത്. ആ സൗഹൃദത്തിലേക്ക് മഹന്ത് ദിഗ്വിജയ്നാഥും എത്തി. ഈ പതേശ്വരി പ്രസാദ് സിംഗ് അവിടുത്തെ ഒരു പൗരപ്രമുഖനാണ്, ബൽറാംപൂർ ഭരണാധികാരിയാണ്. അദ്ദേഹവുമായുള്ള സൗഹൃദം ഈ കെ നായർക്കുണ്ടായിരുന്നു. 1948 പതേശ്വരി പ്രസാദ് സിംഗ് രാമരാജ പരിഷത്ത് സ്ഥാപിച്ചപ്പോൾ പ്രത്യേക ക്ഷണിതാവായി കെ നായരും ഉണ്ടായിരുന്നു. ഈ രാമരാജ പരിഷത്ത് എന്നത് ഒരു സംഘടനയായിരിക്കണം. ഈ സൗഹൃദ സദസ്സിൽ വിദേശാധിപത്യത്തിൽ നശിപ്പിക്കപ്പെട്ട ഹൈന്ദവ ആരാധനാലയങ്ങൾ തിരികെ പിടിക്കുന്നത് ചർച്ചയായി. VD സവർക്കറുടെ ആശയമായിരുന്നു ഇത്. മുഗൾ ഭരണകാലത്ത് നശിപ്പിക്കപ്പെട്ടു എന്ന് കരുതുന്ന വിവിധ ക്ഷേത്രങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ചയും നടന്നു. ഈ കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്ന് പറഞ്ഞാണ് ഈ 3 പേരും മടങ്ങിയത്. പിറ്റേന്ന് തന്നെ ഇതിനുള്ള കൂടിയാലോചനകൾ നായരുടെ നേതൃത്വത്തിൽ നടന്നു. അങ്ങനെയാണ് മഹന്ത് ദിഗ്വിജയ് അയോധ്യയിലെ രാമജന്മഭൂമിയുടെ കാര്യം പറയുന്നത്. അതുവരെ ഇതൊരു തർക്കമേ അല്ല, അത് മനസ്സിലാക്കണം. 1948-47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ ഒരു സമയങ്ങളിലാണ് ഈ ചർച്ച തന്നെ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇന്നിപ്പോ ഈ ചരിത്രം ഒന്നും അറിയാത്ത ആളുകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയും ബാബരി മസ്ജിദ് പൊളിക്കപ്പെടേണ്ടി വന്നത് അവിടെ ശ്രീരാമന്റെ അമ്പലം തകർത്തിട്ട് പള്ളി ഉണ്ടാക്കിയതിന്റെ പേരിലല്ലേന്ന്. ശരിക്കും 1948 ഈ മൂവർ സംഘമാണ് ഈ കുബുദ്ധിക്ക് പിന്നില്. അത് വ്യക്തമായിട്ട് മനോരമ പറയുന്നുണ്ട്. ഈ ചർച്ചകളൊക്കെ നടക്കുന്ന 1948 കാലഘട്ടത്തിലാണ്. 1949 ജൂൺ 1 ഫൈസാബാദിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറും ജില്ലാ മജിസ്ട്രേറ്റുമായി കെ നായർ നിയമിതനായി. അപ്പോൾ പദ്ധതിയിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് നമ്മളിവിടെ പറഞ്ഞ പതേശ്വരി പ്രസാദ് സിംഗ് എന്ന ഭരണാധികാരിയുടെ അധികാരമൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കെ നായരെ ഫൈസാബാദിന്റെ ജില്ലാ മജിസ്ട്രേറ്റായി നിയമിക്കുകയാണ്. അങ്ങനെ ജൂൺ 1 ജില്ലാ മജിസ്ട്രേറ്റായി നിയമിതനായ കെ നായർ 1949 ഡിസംബർ 22 മസ്ജിദിനുള്ളിൽ രാമവിഗ്രഹം സ്ഥാപിക്കുന്ന ആളുകളെ പിന്തുണച്ചു. അതാണ് അയാൾക്കെതിരെയുള്ള വിമർശനം. ഓക്കെ, 1949 ഡിസംബർ 22 ബാബരി മസ്ജിദിനുള്ളിൽ രാമവിഗ്രഹം സ്ഥാപിക്കപ്പെട്ടു. അതായത് ഇയാള് ആ ചുമതല ഏറ്റെടുത്ത് 6 മാസങ്ങൾക്കിപ്പുറം രാമവിഗ്രഹം സ്ഥാപിക്കപ്പെട്ടു. അത് കുറച്ച് സംഘപരിവാറുകാർ കൊടുത്തിട്ട് സ്ഥാപിച്ചതാണ്. ഇത് കെ നായരുടെയും ഉറ്റ ചങ്ങാതി ഫൈസാബാദ് സിറ്റി മജിസ്ട്രേറ്റുമായ ഗുരുദത്ത് സിംഗിന്റെയും അറിവോടെയായിരുന്നു എന്ന് അന്ന് തന്നെ നല്ല വിമർശനം ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നും അറിയാതെ അയോധ്യ ഉറങ്ങുകയായിരുന്ന ആ രാത്രി രാമവിഗ്രഹവുമായി എത്തിയവരെ നായർ അനുഗമിച്ചു. ഇദ്ദേഹം പിന്നാലെ പോയി അവരെ പ്രോത്സാഹിപ്പിച്ചു എന്ന് വരെ
അന്നത്തെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അന്ന് ഈ 3 ആളുകള്, സംഘപരിവാർ മനസ്സുള്ള ഈ 3 ആളുകൾ ചെയ്ത ഈ കുരുട്ടുബുദ്ധിയുടെ ഫലമാണ് ഇന്ന് ഈ ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ രാജ്യം നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ കാലം എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും അയോധ്യ രാമക്ഷേത്രത്തിനെ ചൂണ്ടിയിട്ട് ആളുകൾ പറയല് ബാബരി മസ്ജിദ് പൊളിച്ചെടുത്താണ് ആ അമ്പലം നിൽക്കുന്നത് എന്നാണ്. അതിൽ പരന്നൊരു നാണക്കേട് ശ്രീരാമന് വരാനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാക്കിയും കൂടെ വായിക്കാം. ഏതായാലും അതീവ രഹസ്യമായി വിഗ്രഹം സ്ഥാപിച്ച പുലർച്ചെ തന്നെ ജില്ലാ മജിസ്ട്രേറ്റ്, അതായത് KK നായർ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ അങ്ങേയറ്റം പ്രകോപനപരമായ നീക്കം, ആരുടെ നീക്കം? ഈ സംഘപരിവാറുകാരുടെ നീക്കം അദ്ദേഹം ലക്നൌവിലുള്ള തന്റെ മേലധികാരികളെ അറിയിച്ചത് 9 മണിക്ക്. അതായത് പുലർച്ചെ മുതൽ ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള KK നായർ ഈ വിഷയം, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്റെ മേലധികാരികളെ അറിയിക്കുന്നത് രാവിലെ 9 മണിക്ക്. അതിന് കാരണവും അതിൽ പറയുന്നുണ്ട്. പള്ളിയുടെ ബാബരി മസ്ജിദിന്റെ പൂർണ്ണ നിയന്ത്രണം ഈ സംഘപരിവാറുകാരുടെ കയ്യിലെത്തി എന്ന് ഉറപ്പാക്കുന്നത് വരെ അയാൾ കാത്തിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസ് എത്തുമ്പോൾ ഭജന ആലപിച്ചിരുന്നത് KK നായരുടെ ഭാര്യ ശകുന്തള നായരുടെ നേതൃത്വത്തിലായിരുന്നു എന്നും പറയുന്നു. KK നായരും ഭാര്യ ശകുന്തള നായരും സംഘപരിവാറിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളാണ്. ഓക്കെ, അത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വിഗ്രഹം നീക്കം ചെയ്യാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിർദ്ദേശിച്ചെങ്കിലും KK നായർ വഴങ്ങിയില്ല. അതായത് ഇന്നിപ്പോ നരേന്ദ്രമോദിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരെ ഉത്തരവിട്ടിട്ടും ഒരു ജില്ലാ ഭരണാധികാരി ആ ഉത്തരവ് നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങിയില്ല. അത് ലംഘിച്ചു എന്ന കാര്യം ഭയങ്കര ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്. അത്രയും പിന്തുണ ഉണ്ടായിരിക്കണം അയാൾക്ക്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരെ ധിക്കരിക്കാൻ അയാൾക്ക് ശക്തി ഉണ്ടായത്. ബാക്കി കൂടി വായിക്കാം. ബാബരി മസ്ജിദ് വളപ്പ് ഏറ്റെടുത്ത് അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷന്റെ റിസീവർ ഭരണത്തിലും ഈ KK നായർ ആക്കിയെന്നാണ് പറയുന്നത്. അതായത് ഈ ബാബരി മസ്ജിദിനെ ഗവൺമെന്റിന്റെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നു. മതപരമായിട്ടുള്ള ആളുകളുടെ കയ്യിലാവും ഇത്. അതിനെ ഏറ്റെടുത്തിട്ട് അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നു. KK നായരുടെയും ആളുകളുടെയും കാഞ്ഞ ബുദ്ധി നോക്കണേ. ഇതേ തുടർന്ന് KK നായരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഏറെ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ അയാളെ സർവീസിൽ തിരിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടു. KK നായരുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ രാമവിഗ്രഹം സ്ഥാപിക്കാനാകുമായിരുന്നില്ലെന്ന് പിന്നീട് നിരവധി പേർ സാക്ഷ്യപ്പെടുത്തി. അപ്പോ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഇന്നിപ്പോ പല ആളുകളോട് ചോദിക്കുമ്പോഴും അവര് പറയുന്നത് അവിടെ ബാബരി പള്ളി നിർമ്മിച്ചത് അയോധ്യയിലെ ക്ഷേത്രം തകർത്തിട്ടല്ലേ. എന്നാൽ അങ്ങനെയല്ല സംഭവം. ഈ KK നായർ അതുപോലെ തന്നെ ആ ഭരണാധികാരി അങ്ങനെ 3-4 പേര് അടങ്ങുന്ന സംഘം മനഃപൂർവ്വം ഈ നാട്ടിൽ ലഹള ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു മുന്നേറ്റമാണ് ഇന്നത്തെ ഈ തരത്തില് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതും അവിടെ രാമക്ഷേത്രം ഉയർന്നതും എല്ലാം ആ രീതിയിലാണ് നടന്നത്. ബാക്കി ഇവിടെ വായിക്കാം. ഇതിനോടകം ഹിന്ദു മഹാസഭയുടെയും മറ്റും ഇഷ്ടക്കാരനായി KK നായർ മാറി. ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ആദ്യം തന്നെ ഈ സംഘപരിവാറിന്റെയും ഹിന്ദു മഹാസഭയുടെയും എല്ലാം ഇഷ്ടക്കാരൻ തന്നെയാണ് ഈ KK നായർ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ വരെ ധിക്കരിക്കാൻ അയാൾക്ക് ശക്തി ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ പ്രത്യുപകാരമായിട്ട് 1952 ശകുന്തള നായർ ഹിന്ദു മഹാസഭ സ്ഥാനാർത്ഥിയായി ഗോണ്ട മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പോലീസ് റിപ്പോർട്ടിലെ പ്രതികൂല പരാമർശങ്ങളെ തുടർന്ന് സർവീസിൽ നിന്ന് രാജിവെച്ച KK നായർ 1962 ജനസംഘം ടിക്കറ്റിൽ മത്സരിച്ച് UP-യിലെ MLA ആയി. 1967 ബഹ്കർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്കും KK നായർ വിജയിച്ചു. ശകുന്തള നായർ ആ തെരഞ്ഞെടുപ്പിൽ കൈസർഗഞ്ച് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MP-യുമായി. അപ്പോ KK നായർ ആരാണെന്നുള്ളത് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഞാൻ വായിച്ചത് മനോരമയാണ്. ഇനി ദേശാഭിമാനിയിലും ഉണ്ട് ഇതേപോലെ തന്നെ ഇന്ന് വന്നൊരു വാർത്ത. മനോരമയിൽ ഇപ്പോൾ വായിച്ചത് 2019 ദേശാഭിമാനിയിൽ ഇന്ന് വന്നിട്ടുണ്ട് ഒരു വാർത്ത. അതൊന്ന് വായിക്കാം. ബാബരി മസ്ജിദിൽ വിഗ്രഹം കടത്തിയതിന് ഒത്താശ ചെയ്തത് ആലപ്പുഴക്കാരനായ KK നായരെന്ന് തെളിവുകൾ. കൃഷ്ണതന്ത, ധീരേന്ദ്ര ഝാ എന്നിവർ രചിച്ച അയോധ്യ ദ ഡാർക്ക് നൈറ്റ് എന്ന പുസ്തകം
ഇക്കാര്യം സമർത്ഥിക്കുന്നു. 1949 ഡിസംബർ 23 പുലർച്ചെയാണ് വിഗ്രഹം കടത്തിയത്. വിഗ്രഹം ബാബരി മസ്ജിദിനുള്ളിൽ കൊണ്ടുവച്ചത് ഫൈസാബാദിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറും ജില്ലാ മജിസ്ട്രേറ്റുമായ KK നായരുടെ നിർദ്ദേശപ്രകാരം താഴികക്കുടത്തിന് താഴെ വിഗ്രഹം സ്ഥാപിച്ചെന്ന് ഇതു കടത്തിയ ആൾ ഈ പുസ്തകത്തിന്റെ രചയിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. ആനന്ദ് പട്വർദ്ധന്റെ രാം കെ നാം ഡോക്യുമെന്ററിയിലും ഇതിനുള്ള തെളിവുണ്ട്. ദൈവം പ്രത്യക്ഷപ്പെട്ട് തന്നോട് വിഗ്രഹം കടത്താൻ പറഞ്ഞെന്ന് കടത്തിയവരിലൊരാളായ പൂജാരി മഹന്ത് രാം സേവക് മഹാരാജ് ശാസ്ത്രി അതിൽ പറയുന്നു. അതായത് ആ ഡോക്യുമെന്ററിയിൽ ഈ വിഗ്രഹം പോയി വെച്ച ആള്, അതായത് അവിടെ അങ്ങനെ ഒരു വിഗ്രഹം ഇല്ല, അത് ഒരു തരത്തിലും ഒരു ഹിന്ദു ആരാധനാലയമല്ല, അങ്ങനത്തെ ഒരു വളരെ ശാന്തി സമാധാനമായിട്ട് പോകുന്ന പള്ളിയിൽ കൊണ്ടുപോയിട്ട് സംഘപരിവാറുകാര് വിഗ്രഹം വെക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം ലഹള ഉണ്ടാക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി കൂടെ വായിക്കാം. സർക്കാർ വാറന്റ് അയച്ചിരുന്നുവെന്നും കേസ് വന്നപ്പോൾ ജാമ്യമെടുത്തെന്നും തീരും വരെ തങ്ങളെ വിട്ടയക്കാൻ KK നായർ ഉത്തരവിട്ടെന്നും മഹാരാജ് ശാസ്ത്രി ഡോക്യുമെന്ററിയിൽ വ്യക്തമാക്കുന്നു. അതായത് ഈ കൊണ്ടുവച്ച ആളുകൾക്കെതിരൊക്കെ കേസ് വന്നപ്പോൾ KK നായരാണ് അവരൊക്കെ രക്ഷപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. മലയാളികളെ പറയിപ്പിക്കാനുണ്ടായ ആളാണ് KK നായരെന്ന് 100% ഉറപ്പാണ്. ഇങ്ങനെ രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു വിഷയം മറ്റൊരു വിഷയം ഉണ്ടായിട്ടില്ല. ആ വിഷയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കറുത്ത കരങ്ങൾ KK നായർ എന്ന ആലപ്പുഴക്കാരൻ്റെതാണെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ബാക്കി കൂടെ വായിക്കാം. ജുമാ നിസ്കാരത്തിന് ചെന്നപ്പോൾ ഈ വെള്ളിയാഴ്ച നിങ്ങൾ മറ്റെവിടെയെങ്കിലും നമസ്കരിക്കൂ, അടുത്ത വെള്ളിയാഴ്ച ഇവിടെ നടത്താമെന്ന് പറഞ്ഞ് KK നായർ തിരിച്ചയച്ചതായി അന്നത്തെ ഇമാമും മകനും പറയുന്നതും ഡോക്യുമെന്ററിയിലുണ്ട്. വിഗ്രഹം കൊണ്ടുവച്ച മുറിയിൽ പൂജ നടത്താൻ KK നായർ അനുവാദം നൽകി. അതായത് സംഘപരിവാറുകാർക്ക് അവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവച്ച വിഗ്രഹം, അതിനു മുമ്പ് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ മുഗൾ ഭരണാധികാരികൾ ഇവിടൊക്കെ തകർത്തിട്ട് ഹിന്ദു ചിഹ്നങ്ങളും എല്ലാ സംഭവങ്ങളും തകർത്തിട്ട് അവർക്ക് കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു സാധാരണ സംഘപരിവാറുകാരന്റെ മനസ്സിലുള്ള ആ ഒരു ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഒന്നിനൊരു തെളിവില്ല. അങ്ങനെയാണ് ഈ തെളിവുണ്ടാക്കുന്നത്. എങ്ങനെ തെളിവുണ്ടാക്കുന്നത്? ഈ വിഗ്രഹം കൊണ്ടുവച്ചിട്ടാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ അവിടെ വിഗ്രഹമുണ്ട്, അതുകൊണ്ട് അത് ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അയോധ്യ രാമക്ഷേത്രമാക്കണം, ഞങ്ങൾക്കും അതിൽ അവകാശമുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ KK നായരുടെ ഈ കാഞ്ഞ ബുദ്ധിയാണ്. അപ്പൊ ഇതൊക്കെ മുമ്പേ പ്ലാൻ ചെയ്ത സംഭവമാണ്. അതിൽക്ക് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പള്ളിന്റെ ഉള്ളിൽ പൂജ നടത്താൻ KK നായർ അനുവാദം നൽകി. അധികാരികളും ഈ അക്രമികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ അണിചേർന്നാൽ എങ്ങനെ ഇരിക്കും? വിഗ്രഹം സരയൂ നദിയിൽ എറിയാനാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഇന്നത്തെ കോൺഗ്രസ്സുകാരെ പോലൊന്നുമല്ല. നെഹ്റു ശരിക്കും ഒരു മതേതരവാദിയായിരുന്നു. അപ്പൊ എല്ലാ മതങ്ങളെയും അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിന്റെ ആ രീതിയിലാണ് നമ്മളെ രാജ്യം ഈ നരേന്ദ്രമോദി വരുന്നതിന്റെ മുമ്പ് വരെ പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിന്റെ മതേതര സങ്കല്പത്തിലാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരുന്നത് നരേന്ദ്രമോദി വരുന്നത് വരെ. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയും സംഘപരിവാറും ജവഹർലാൽ നെഹ്റുവിൻ്റെ സകല ചിഹ്നങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സകല ചരിത്രങ്ങളും തച്ചുടക്കുന്നത്. പുഴയിലെറിയാനാണ് അന്ന് ആ വിഗ്രഹം എടുത്ത് പുഴയിലെറിയാനാണ് നെഹ്റു പറഞ്ഞത് എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. മസ്ജിദിനുള്ളിലെ സന്യാസിമാരെ പുറത്താക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാനും നായർ തയ്യാറായില്ല. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട KK നായർ രാജിവെച്ച് അഭിഭാഷകനായി. പിന്നീട് ജനസംഘം MP-യുമായി. ഭാര്യ UP സ്വദേശിനി ശകുന്തള നായർ ജനസംഘ ടിക്കറ്റിൽ പിന്നീട് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് ജയിച്ചു. KK നായരുടെ ശില്പവും ചിത്രവുമുള്ള മുറിയും പുതിയ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ശരിക്കും ഇത് തുടങ്ങി വെച്ച ആൾ തന്നെയാണല്ലോ അയാള്. അപ്പം അയാളെ ഒന്ന് സ്മരിക്കാതിരിക്കാൻ സംഘപരിവാർക്കാർക്ക് കഴിയില്ല. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ഹിന്ദു മുസ്ലിം വേർതിരിവിലേക്കൊക്കെ നയിച്ച ഈ വിഷയത്തിൻ്റെ പിന്നിൽ ഒരു മലയാളിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. കുട്ടനാട് കൈനഗരി കണ്ടംകുളത്തിൽ ശങ്കരപ്പണിക്കരുടെയും പാർവതിയമ്മയുടെയും മകനാണ് കൃഷ്ണകുമാർ കരുണാകരൻ നായർ എന്ന KK നായർ. അപ്പോൾ അങ്ങനെയാണ് KK നായരെ പറ്റിയിട്ട് നമ്മളും ഇനി വരുന്ന തലമുറയും മനസ്സിലാക്കേണ്ടത്. പുതിയ തർക്കത്തിന് വഴിവെക്കാൻ സംഘപരിവാറുകാരെ അതിനുള്ളിലേക്ക് കടത്തിവിട്ട ആളായിട്ടാണ് KK നായരെ ചരിത്രം ഓർമ്മിക്കേണ്ടത്.